എന്തുകൊണ്ടായിരിക്കും RSS അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ശത്രുക്കളായി കാണാനുള്ള വ്യക്തമായിട്ടുള്ള കാരണം? അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണണേ. ഇത് വിചാരധാര കണ്ട പെടപടക്കുന്നു. ആരത്? ഗുരുജി ഗോൾവൽക്കറുടെ RSSന്റെ പെടപടക്കുന്നത് ജീവനുള്ളത് പോലെ ഉണ്ട് കണ്ട. ഇപ്പോൾ RSS ഇറങ്ങിയിരിക്കുന്ന ഗ്രന്ഥം. ഇനി ഇതിന്റെ ഉള്ളിലൊന്ന് പോവാം. ഇതിന്റെ 267 പേജിൽ ആന്തരിക ഭീഷണികൾ മുസ്ലിങ്ങൾ 11 ആന്തരിക ഭീഷണികൾ. അതിലൊന്ന് മുസ്ലിങ്ങൾ. പുറമേ നിന്നുള്ള ശത്രുക്കളെക്കാൾ ദേശീയ ഭദ്രത കൂടുതൽ അപകടകാരികൾ രാജ്യത്തിനകത്തുള്ള ശത്രു ഘടകങ്ങളാണെന്നാണ് പല രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നിന്നുള്ള ദുരന്ത പാഠം. അപ്പൊ മുസ്ലിങ്ങൾ ആന്തരിക ഭീഷണിയാണ്, പുറത്തുനിന്നുള്ള ശത്രുക്കളെക്കാൾ അപകടകാരികളാണ് മുസ്ലിങ്ങൾ. കണ്ടോ? ഇനി അടുത്ത പേജ് നോക്കാം. ആന്തരിക ഭീഷണികൾ 12 ക്രൈസ്തവരും. ഇനി അടുത്ത് നോക്കാം 13 നമ്പർ 13 ആന്തരിക ഭീഷണികൾ കമ്മ്യൂണിസ്റ്റുകൾ. അപ്പൊ ആദ്യം മുസ്ലിങ്ങൾ, 2 ക്രൈസ്തവർ, 3 കമ്മ്യൂണിസ്റ്റുകൾ. കണ്ടോ? ഇത് ഏതാണ് പുസ്തകം? RSSന്റെ പെടപടക്കുന്നത് വിചാരധാര. കണ്ടില്ലേ?